വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 454, ദ മാജിക് ഓഫ് സെൽഫ് ലവ്. നമുക്കിപ്പോഴെന്താ വേണ്ടത്? നമ്മളെ നല്ലപോലെ സ്നേഹിക്കുന്ന, നമ്മളെ നന്നായി നോക്കുന്ന ഒരാൾ, അല്ലേ? അതിന് ഞാൻ തന്നെ പോരെ? എനിക്കെന്നോട് നല്ല സ്നേഹമാണ്, എന്നെ ഞാൻ നന്നായി നോക്കുന്നുമുണ്ട്. അഖിൽ സത്യന്റെ രചനയിലും സംവിധാനത്തിലും നിവിൻ പോളി നായകനായി ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളെ ഇളക്കിമറിച്ച സർവമായ എന്ന ചിത്രത്തിൽ ജനാർദ്ദനന്റെ വാക്കുകളാണിവ. സ്നേഹം തേടുന്ന ആധുനിക ലോകത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്നതാണ് ഈ വാക്കുകൾ. നമ്മെ നന്നായി നോക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ തന്നെയാണ് നാം ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നാം പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അളവിലുള്ള സ്നേഹവും കരുതലും ലഭിക്കാതെ വരുമ്പോൾ നാം നിരാശരാകുന്നു. തന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന തനിക്ക് തന്നെയാണ് തന്നെ ഏറ്റവും കൂടുതൽ നോക്കാനും സ്നേഹിക്കാനും കഴിയുകയെന്ന കാര്യം നാം പലപ്പോഴും വിസ്മരിക്കുന്നു. മറ്റുള്ളവരുടെ സ്നേഹത്തിനായി കൊതിച്ചും കാത്തിരുന്നും നിരാശരാവാതെ സ്വയം സ്നേഹിച്ച് സായുജ്യമടയാമെന്ന സുപ്രധാനമായ സന്ദേശമാണ് ജനാർദ്ദനന്റെ വാചകങ്ങൾ അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ ഉള്ളിൽ സ്നേഹം, സമാധാനം, സന്തോഷം എന്നിവ വേണ്ടുവോളം ഉണ്ടെങ്കിലാണ് അവ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനും ജീവിതം കൂടുതൽ മനോഹരമാക്കാനും സാധിക്കുക. സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ഡിഗ്നിറ്റി എന്നീ വാക്കുകൾ ജീവിതത്തിന്റെ ശരിയായ മഹത്വം ബോധ്യപ്പെടുത്തുന്നവയാണ്. സ്നേഹം, സമാധാനം, സന്തോഷം എന്നിവയൊന്നും ആരെങ്കിലും തരുമെന്ന് കരുതി കാത്തുനിൽക്കാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ നിർവഹിക്കുമ്പോൾ ജീവിതം വിസ്മയകരമാകും. നാം മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുന്നത് നിർത്തി സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതും പരിചരിക്കേണ്ടതും നമ്മെ തന്നെയാണ്. നമ്മുടെ ഹോബികളും വിനോദങ്ങളും ജീവിത രീതികളുമൊക്കെ പരിഗണിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ് ജീവിതം മനോഹരമാക്കുന്നതിനുള്ള ഏറ്റവും ക്രിയാത്മകമായ മാർഗം. സെൽഫ് ലവ് സ്വാർത്ഥതയോ അഹങ്കാരമോ അല്ല. അത് നമ്മെക്കുറിച്ചുള്ള ശാന്തമായ ഒരു തീരുമാനമാണ്. ഞാൻ വിലപ്പെട്ടവനാണ്, എൻ്റെ ആഗ്രഹങ്ങളും താൽപ്പര്യങ്ങളും പരിഗണനയർഹിക്കുന്നവയാണ്. സ്വന്തത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വില കൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും വരെ നമുക്കാവുക. സ്വയം ആദരവും സെൽഫ് എസ്റ്റീമും പുലർത്താത്തവരെ മറ്റുള്ളവരും പരിഗണിക്കുകയില്ലെന്നാണ് കവിവാക്യം. ജീവിതയാത്രയിൽ പലരും സ്വന്തം മനസ്സിനോടാണ് തോൽക്കുന്നത്. സ്വയം സംശയം, താരതമ്യം, എനിക്ക് കഴിയില്ല എന്ന ഭയം എന്നിവയൊക്കെ പലരെയും പരാജയപ്പെടുത്തുന്നു. എന്നാൽ നിരുപാധികമായ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതോടെ എല്ലാത്തരം ബന്ധനങ്ങളെയും തകർത്തെറിയാനും ആത്മവിശ്വാസത്തോടെ മുന്നേറാനും സാധിക്കും. കാരണം ആത്മവിശ്വാസം മറ്റുള്ളവരുടെ കയ്യടികളിൽ നിന്നല്ല, അത് ആത്മസ്വീകരണത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. നമ്മുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിയുകയും തന്നെക്കൊണ്ടാകുന്ന രൂപത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്യുമ്പോൾ വളർച്ചയും പുരോഗതിയുമാണ് സംഭവിക്കുക. നാം നമ്മെ എങ്ങനെ കാണുന്നു എന്നതാണ് ലോകം നമ്മെ കാണുന്ന രീതിയെ നിർണ്ണയിക്കുന്നത്. നാം നമ്മെ ബഹുമാനിച്ചാൽ ലോകവും നമ്മെ ബഹുമാനിക്കും. നാം നമ്മെ വിലമതിച്ചാൽ ലോകവും നമ്മെ വിലമതിക്കും. സ്വയം വെറുപ്പിൽ നിന്ന് ഒരിക്കലും വിജയം പിറക്കില്ല. വിശ്വാസത്തിൽ നിന്നാണ് വിജയം ജനിക്കുന്നത്. നാം നമ്മെ വിലപ്പെട്ടവനായി കാണുമ്പോൾ നമ്മുടെ ചിന്ത മാറും, നമ്മുടെ പ്രവൃത്തി മാറും, നമ്മുടെ ജീവിതം തന്നെ മാറും. ഇതാണ് സെൽഫ് ലവ് എന്ന മാജിക്. ഞാൻ ശക്തനാണ്, ഞാൻ വളരുകയാണ്, ഞാൻ വിജയിക്കും എന്നിങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷനുകളിലൂടെയാണ് മനസ്സിനെ ശാക്തീകരിക്കാനാവുക. ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ നിക്ഷേപം നമ്മിൽ തന്നെയാണ്. അതിനാൽ സ്വയം സ്നേഹിക്കുക, സ്വയം വിശ്വസിക്കുക, സ്വയം ഉയരുക. നമ്മുടെ ഏറ്റവും മികച്ച രൂപമായി മാറാനുള്ള പ്രായോഗിക മാർഗം ഇതാണ്. മനോഹരമായ ജീവിതത്തെ അത്ഭുതകരമാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമന്ത്രമാണിത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.